അത് അല്ല പോട്ടെ നിന്നോട് തന്നെ ചോദിക്കാം. മര്യാദ ഇതുണ്ടാക്കൂ. ഉണ്ടാക്കാന്ന് വെച്ചാ അവളുടെ ഒരു പാചക ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ. ഹായ് ഓൾ, ഇന്ന് നമ്മൾ വെഞ്ചർ ബ്ലോഗേഴ്സിന്റെ പുതിയൊരു വീട്ടിലേക്കാണ് പോണത്. വീഡിയോ എന്താണ് ഓഫല? ചാളമരിയും പായസവും. നമ്മൾ നേരെ മരിയുടെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. മരിയുടെ വീട്ടിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മള് മരിയുടെ വീടെത്തി. ഇതാണ് മരിയ അമ്മൂന്റെ വീട്. നമ്മള് വീട്ടിൽ പോയിട്ട് എടുത്ത കാര്യങ്ങൾ. മരിയ അമ്മൂടെ വീട്ടിലേക്കുള്ള വാക്കിങ്. അപ്പൊ ഗായ്സ് നമ്മള് സാധനമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സാധനമൊക്കെ കണ്ട മനസ്സിലായി. പാല്, സേമിയ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, മിൽക്ക് മേഡ്, പഞ്ചസാര, എല്ലാ സാധനവും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഡാൽഡയാണ്. അപ്പം ചൗവരി അല്ലേ, ചൗവരി. അപ്പം നമ്മളിനി ഉണ്ടാക്കേണ്ട ആള് പറയണം. ഉണ്ടാക്കേണ്ട ആള് പോസ്റ്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, സെറ്റാണല്ലോ. അപ്പോൾ ഉണ്ടാക്കും. നമുക്ക് അഭിപ്രായം ചോദിച്ചാലാ? നൗഫല അല്ല പോട്ടെ നിന്നോട് തന്നെ ചോദിക്കാം. മര്യാദ ഇതുണ്ടാക്കൂ. ഉണ്ടാക്കാന്ന് വെച്ചാ അവളുടെ ഒരു പാചക ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ബോട്ടാണ്. സാധ്യതയുണ്ട്. ബോട്ടാണ് സാധനം ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, എന്നാലും നമുക്ക് ഇവിടെ ഇവള് എന്താക്കുമെന്ന് അറിയത്തില്ല. സ്വന്തം വീടാണ്, ഇവിടെ വണ്ടി ഇരിപ്പുണ്ട്, അത് കത്തിക്കോന്നൊന്നും അറിയാൻ മേല. അവളുടെ പാചകത്തിനെ കുറിച്ച് പൊതുവെ വീട് വരെ മാറിയിട്ടുണ്ട് അവള് പാചകം ചെയ്ത്. ഇവിടെ സാധനമൊക്കെ ഇരിക്കുന്നേ ആർക്കും സഹിക്കുന്നില്ല. ഇങ്ങനെ ഗ്യാസ് കത്തിക്കാൻ അറിയത്തില്ല. ഇപ്പട്ടി പോലും കത്തിക്കാൻ മോനെ. ഇറ്റ്സ് മരിയ അമ്മു. എന്താകുവോ ഒന്ന് പായസം ഉണ്ടാക്കണം കേട്ടോ. അതെന്തുവാ ആ സാധനം? വെള്ളക്കള്ള സാധനം എന്തുവാ? അതാണ് ചൗവരി. ഏകദേശം ഒരു പിടുത്തം കിട്ടിക്കാണല്ലോ ഈ ഉണ്ടാക്കാവുന്ന ആളെങ്ങനെയുള്ളതാണ്. ഇത് ഉണ്ടാക്കാൻ അറിയാവാ? എങ്ങനെ ഉണ്ടാക്കാൻ പോണ? ആദ്യമേ കശുവണ്ടി എടുത്തിട്ട് പാത്രത്തിട്ടിട്ട് ഇട്ട് ചൂടാക്കണം. എന്നിട്ട് അത് വെന്ത് കഴിയുമ്പോ മാറ്റിട്ട് ഉണക്കമുന്തിരിങ്ങ എടുത്ത് ഇതിനകത്തിടണം. എന്നിട്ട് അതും വെന്ത് കഴിഞ്ഞിട്ട് അത് രണ്ടെടുത്ത് മാറ്റണം. എന്നിട്ട് ആ നെയ്ക്കകത്ത് തന്നെ പാലെടുത്ത് ഒഴിക്കണം. എന്നിട്ട് പാല് ഒരു ഇതാവുമ്പോഴേക്കും നമ്മുടെ ചൗവരി അത് എടുത്തിടണം. എന്നിട്ട് പഞ്ചസാരയും മിൽക്ക് മെയ്ഡ് ഇടണം. അതിന് സേമിയ സാധാരണ എല്ലാരും ഗ്യാസ് സ്റ്റൗവിലാണ് പായസം ഉണ്ടാക്കുന്നത്. ഞങ്ങളൊരു വെറൈറ്റിക്ക് അടുപ്പ് കൂട്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ചൂടായിട്ടുണ്ട്, നമുക്കിനി കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി കൂടെ ഇതിനകത്ത് ഇടാം. ഉണക്കമുന്തിരിയും കശുവണ്ടി നല്ല രീതിയിലായിട്ടുണ്ട്, നമുക്ക് കോരി എടുക്കാം. ഞങ്ങള് പിന്നെ ഉണ്ടാക്കത്തില്ല, ഞങ്ങളാണ് ഉണ്ടാക്കും. കഞ്ഞിയൊക്കെയാണ് ചോറൊക്കെയാണ് സുഖമായിട്ട് ഉണ്ടാക്കും. ഇതൊക്കെ വെറുതെ ഉണ്ടാക്കാം. അതിപ്പോ കണ്ടോ ഞങ്ങളെ കാണിച്ചാൽ നമ്മള് കശുവണ്ടിയും മുന്തിരിയും ഒരുമാതിരി മൂപ്പിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയ ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം.
നമുക്കിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. തിളയ്ക്കുന്നവരെ ഇങ്ങനെ ഇളക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. പഞ്ചസാരനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ബൗളാണ് കേട്ടോ എടുത്തത്. നമുക്ക് ചൗവരിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റത്തെ കശുവണ്ടി ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഗായ്സ് മിണ്ടല്ലേ? അടുത്ത് നമ്മള് നമ്മുടെ പായസം ടേസ്റ്റിംഗ് ആണ്. ഇപ്പൊ റോഡേ തന്നെ ആർക്കെങ്കിലും കൊടുക്കാം, നോക്കാവേ. അവർക്ക് ജീവനുണ്ടെങ്കിൽ ഓക്കെ. പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. എടാ ഇങ്ങ് വന്നേടാ, വാ ഇങ്ങോട്ട് വന്നേടാ. ഉണ്ടാക്കിയ പായസം, അപ്പൊ നമ്മളെല്ലാരും കൂടെ ഉണ്ടാക്കിയ പായസം. മരിയ അമ്മു നമ്മുടെ കൂട്ടുകാരിയാ. അപ്പം നിങ്ങള് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യും, എങ്ങനെയുണ്ടോ നോക്കി. എന്നാ ശരി, കുറച്ച് കുടിച്ചാ എന്നാ. നീ കുടിക്കടാ കുട്ടാ. ഇല്ല നീ കുടിക്ക, നമ്മള് പുറത്തുനിന്നല്ല കൊടുത്തത്. കുടിക്കടാ. എടാ നീയും കുടിക്ക്, നീയും കുടിക്ക്. നീ നമ്മളെ വാരിയതല്ലല്ലോ. എടാ എങ്ങനെ ഉണ്ടടാ, കുടിക്ക്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ പറഞ്ഞോ, ഓപ്പൺ ആയിട്ട് പറഞ്ഞോ. ഇച്ചിരി കട്ടിയുണ്ടല്ലേ, ഓക്കെ. അപ്പം ശരിടാ. നിങ്ങളുടെ പേരെന്തുവാടാ? നിന്റെ പേരെന്തുവാ? ഓക്കെ ടാറ്റാ, താങ്ക് യു. പായസം റെഡി ആയിരിക്കാണ്, പായസം കാണിച്ചേ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യൂ, എല്ലാരും കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ടിണ്ണി അടിക്കൂ.